അന്യങ് ആർമീസ്. അപ്പൊ ഇന്നലെ ജങ്കൂക്ക് തന്റെ ഇൻസ്റ്റാ സ്റ്റോറിയിലൂടെ ലെറ്റ്സ് ഗോ റണ്ണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷനിൽ ഒരു Q&A ആർമീസുമായിട്ട് നടത്തിയിരുന്നു. ഈ ഒരു Q&A എന്റെ മലയാളം ട്രാൻസ്ലേഷൻ ചെയ്യാൻ ചോദിച്ചിട്ട് ഇന്നലെ ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു. പക്ഷേ എനിക്ക് ഇന്നലെ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടായ കാരണം ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ആ ഒരു Q&A മലയാളം ട്രാൻസ്ലേഷൻ ആയിട്ട് ഞാൻ ചെയ്യാൻ പോണത്. അപ്പൊ അതിൽ ആദ്യം വന്ന ക്വസ്റ്റ്യൻ ജങ്കൂക്കിന്റെ വെയിറ്റ് എത്ര ചോദിച്ചിട്ടായിരുന്നു ഒരു ആർമി ഇട്ടിരുന്നത്. അതായത് ഇപ്പോഴത്തെ വെയിറ്റ് എത്ര എന്നുള്ളത്. അത് ജങ്കൂക്ക് 72 എന്നാട്ടോ പറഞ്ഞത്, 72 കിലോ. ഇനി ഒരു റൺ ചെയ്യുന്നത് ഹാൻഡ് റിവറിന്റെ അവിടെ ആയിട്ടാണോ ചോദിക്കുമ്പോൾ അതിന് ജങ്കൂക്ക് പറയുന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഹാൻഡ് റിവറിന്റെ അവിടേക്ക് പോണത്, ഞാനിപ്പോ അവിടെ അല്ല എന്നുള്ളതാണ്. പിന്നെ ഒരു ആർമി ജങ്കൂക്കിനോട് ഈ ഒരു Q&A ആൻസർ ഇപ്പോൾ ചെയ്യണത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണെന്ന് ചോദിച്ചിട്ട് ചിരിക്കുന്നുണ്ട്. അതിന് ജങ്കൂക്ക് അല്ല, ഞാനിപ്പോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ആർമി ജങ്കൂക്ക് ഓടുമ്പോൾ ഏത് ടൈപ്പ് പാട്ടുകളാ കേൾക്കാന്ന് ചോദിക്കുന്നതിന് ജങ്കൂക്ക് ഐ റിയലി വാണ്ട് ടു സ്റ്റേ അറ്റ് യുവർ ഹൗസ് എന്നുള്ള ആ ഒരു സോങ് ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ആർമി ജങ്കൂക്കിനോട് എഡിറ്ററെ ഫൈൻഡ് ചെയ്തോ ചോദിക്കേണ്ടത്, അതായത് ഇന്നാളൊരു എഡിറ്റർ വേണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ജങ്കൂക്ക് ഇതുവരെ ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ഒരു ആർമി ചോദിക്കുന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഹാൻഡ് റിവറിന്റെ അവിടെ ഓടാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ജങ്കൂക്കിനെ കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് ജങ്കൂക്ക് മേ ബി നോട്ട് എന്നുള്ള ഒരു ആൻസർ പറയുന്നുണ്ട്. വേറൊരു ആർമി ഇപ്പൊ ജങ്കൂക്ക് പുതിയൊരു ബൈക്ക് എടുത്തിരുന്നല്ലോ, അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട. ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ജങ്കൂക്ക് അതിന്റെ ഒരു ഫസ്റ്റ് റൈഡിന്റെ വീഡിയോ എടുത്തിട്ടുള്ളത് സ്റ്റോറി ആയിട്ടിടുന്നുണ്ട്. പിന്നെ ഒരു ആർമി വാൾപേപ്പറിന് ഒരു ഫോട്ടോ റെക്കമെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യന് ജങ്കൂക്ക് ആ ഒരു സ്റ്റേജിൽ തന്നിക്കുന്ന ഒരു ഫോട്ടോ ഇങ്ങനെ സ്റ്റോറി ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് റെക്കമെൻഡ് ചെയ്തിട്ട്. പിന്നെ ഒരു ആർമി പറയുന്നത് ഉപ്പാന്ന് വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ക്രിഞ്ച് ആയിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അജഷി എന്ന് വിളിക്കാനുള്ള ഒരു സംഭവം പറയുമ്പോൾ ജങ്കൂക്ക് പറയുന്നത് അതിന് അജഷു എന്ന് വിളിക്കുക, അതായത് അതൊരു ക്യൂട്ട് വേയിൽ ആള് പറയുന്നുണ്ട്. വേറൊരു ആർമി ഇതേപോലെ തന്നെ ഈ ഒരു Q&A ഇടയ്ക്കിടയ്ക്ക് ഇടണം എന്നുള്ള ആ ഒരു ഇത് ഇടുമ്പോൾ ജങ്കൂക്ക് യെസ് എന്ന് പറഞ്ഞിട്ട് ആൻസർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ആർമി ഏട്ടാ കുറച്ച് ക്വസ്റ്റ്യൻസ് മെയിൽ ആർമീസിന്റെ അതും കൂടി ആൻസർ ചെയ്യണം എന്നുള്ള ഒരു ഇത് ഇടുമ്പോൾ ജങ്കൂക്ക് യാ പറഞ്ഞിട്ട് ഒരു ആൻസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ആർമി ചോദിച്ച ക്വസ്റ്റ്യൻ ജീകൂക്ക് ആണോ തേക്കൂക്ക് ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന് ജങ്കൂക്ക് ഹങ്കൂക്ക് ഇട്ടിട്ടുണ്ട്. ഹങ്കൂക്ക് എന്ന് പറഞ്ഞാൽ കൊറിയ, അതിന്റെ ഒരു കൊറിയൻ വേർഡാണ് ഹങ്കൂക്ക്. പിന്നെ ഒരു ആർമി റണ്ണിംഗ് ബിഗിനേഴ്സിനുള്ള കുറച്ച് ടിപ്സ് തരാൻ പറയുമ്പോൾ ജങ്കൂക്ക് പറയുന്നത് ഓവറായിട്ട് ചെയ്യരുത്, എന്താന്ന് വെച്ചാൽ നിങ്ങളെ ജോയിൻസിനൊക്കെ വേദന ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ഒരു ആർമി ഇതേപോലെ തന്നെ ഈ ഫിഷസിന് മീനുകൾക്ക് അറിയാം ഈ ലോകം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എന്നുള്ള അങ്ങനെ ഒരു സംഭവം ഇടുമ്പോൾ ജങ്കൂക്ക് അതിന് തന്റെ കണ്ണിൽ ഫോട്ടോയിൽ തന്റെ കണ്ണിന്റെ ഉള്ളിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലുള്ള ഇമോജി ഇട്ടിട്ട് ഒരു ആൻസർ ഇടുന്നുണ്ട്. പിന്നെ ഒരു ആർമി ജങ്കൂക്കിനോട് ഇന്ന് ഞാൻ എടുത്ത ഇൻബോഡി ചെക്ക് ഇന്ന് എനിക്ക് എന്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു ഷോക്ക് ആയിട്ടുള്ള സംഭവം കിട്ടിയെന്നുള്ള അങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയെന്നുള്ള ഇത് പറയുമ്പോൾ ജങ്കൂക്ക് പറയുന്നത് ഇൻബോഡി ചെക്കിന് പകരം വിഷ്വൽ ചെക്ക് ചെയ്യുക, അതാണ് നല്ലതെന്നുള്ള ഒരു ടൈപ്പിൽ പറയുന്നുണ്ട്. ഇനി ഈ ഒരു സെക്ഷൻ, അതായത് ഇതിപ്പോൾ കുറെ ഇങ്ങനത്തെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ജങ്കൂക്ക് പിന്നെ ചോദിക്കുന്നത് കുറച്ചൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള അങ്ങനെ ഒരു Q&A ഇടുന്നുണ്ട്. അതിനൊരു ആർമി ചോദിക്കുന്നത് ജങ്കൂക്കിനോട് ജങ്കൂക്ക് നരൂട്ടോ വേൾഡിൽ പോയാൽ ആരെയാണ് ആദ്യം കാണേണ്ടത്. അപ്പൊ അതൊരു ആനിമയാണ്, എന്തായാലും ഒബ്വിയസ്ലി ജങ്കൂക്ക് പറഞ്ഞത് നരൂട്ടോനെ കാണണം എന്നുള്ള ഒരു ആൻസർ ആട്ടോ. പിന്നെ ഒരു ആർമി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ജങ്കൂക്ക് സോക്സ് ഇടുമ്പോൾ അതിൽ റൈറ്റ് വൺ ആണോ ലെഫ്റ്റ് വൺ ആണോ ഫസ്റ്റ് ഇടുക എന്നുള്ളതിൽ ഞാൻ ക്യൂരിയസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ണി വേയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതിന് ജങ്കൂക്ക് തന്റെ സെൽക്കയിൽ ഒരു ചിന്തിച്ചിട്ടുള്ള ഒരു ഇമോജി ഇട്ടിട്ടുള്ള ആൻസർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ആർമി ഞാൻ ജോലി കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എന്തെങ്കിലും ഡിന്നറിന് സജസ്റ്റ് ചെയ്യാൻ പറയേണ്ടതിൽ ജങ്കൂക്ക് ഡക്ക് മീറ്റ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ആർമി ചോദിക്കുന്ന ചോദ്യം ജങ്കൂക്കിന് ഒരു ദിവസത്തേക്ക് ഒരു അനിമൽ ആവാൻ കഴിഞ്ഞാൽ ഏതാവേണ്ടത് എന്നുള്ളതാണ്. അതിന് ജങ്കൂക്ക് കൊടുക്കുന്ന ആൻസർ കാക്ക എന്നാണ്. ഈ ഒരു ആൻസർ ഇതിന് മുന്നേ ഇതേപോലെ തന്നെ Q&A ഇട്ടപ്പോൾ ഒരു ആർമി ചോദിച്ചപ്പോൾ സെയിം ആൻസർ ആയിരുന്നു ജങ്കൂക്ക് കൊടുത്തിരുന്നത്. ആ കാക്ക വിട്ടൊരു കളിയില്ല കേട്ടോ. പിന്നെ വേറൊരു ആർമി ചോദിക്കുന്നത് എഗ് ആണോ ചിക്കൻ ആണോ ആദ്യം വന്നെന്നുള്ള കാര്യമാണ്. അതിൽ ജങ്കൂക്ക് പറയുന്ന ആൻസർ കോഴി തന്നെയാണല്ലോ മുട്ട എന്നുള്ള തരത്തിലുള്ള ഒരു ആൻസർ ആണ് പറയുന്നത്. പിന്നെ ഒരു ആർമി ജങ്കൂക്ക് നീ എവിടെ പോയി ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നത് കാണാല്ലേന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ ജങ്കൂക്ക് ഈ ഒരു ആർമിനോട് തിരിച്ചിട്ട് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്നുള്ള ചോദിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഒരു ആർമി ചോദിക്കുന്നത് ഒരു അനിമേനെ കുറിച്ചാണ്. ഈ സൈബർ പങ്ക് എഡ്ജർ റണ്ണർ എന്നുള്ള ആ അനിമെ അത്ര നല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ ജങ്കൂക്ക് ആണ് എന്നുള്ള ടൈപ്പിൽ ആൻസർ ഇടുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1000 സ്ക്വാട്സോ 1000 പുള്ളപ്സോ, ഇത് രണ്ടും സൂപ്പർ ഹാർഡാണ്, അറിയോ എന്നുള്ള ആ ഒരു ടൈപ്പിലാണ്. അപ്പൊ ജങ്കൂക്ക് അതിന് സ്ക്വാട്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജങ്കൂക്ക് ഉദ്ദേശിച്ച സ്ക്വാട്സ് ആണ് സൂപ്പർ ഹാർഡ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് വന്ന ക്വസ്റ്റ്യൻ ഒരാളെ ഓർക്കുമ്പോൾ അയാളെ ഫേസ് ആണോ വോയിസ് ആണോ പെട്ടെന്ന് മൈൻഡിക്ക് വരിക എന്നുള്ളതാണ്. അതിന് ജങ്കൂക്ക് പറയുന്ന ആൻസർ ഫേസ് വോയിസ് എന്നാണ് കേട്ടോ, രണ്ടും കൂടെ കൂട്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വേറൊരു വേൾഡിലേക്ക് പോയാൽ എന്ത് ജോബ് ആയിരിക്കും ജങ്കൂക്ക് എടുക്കുക എന്നുള്ളത്. അതിന് സങ് ജിൻവു എന്ന് പറഞ്ഞിട്ട് ഒരു അനിമെ ക്യാരക്ടറിന്റെ നെയിം പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന റോളായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഏത് ടൈപ്പ് ഫ്ലവർ ആണ് ആവാൻ ആഗ്രഹം എന്നുള്ളത്. അതിന് ടൈഗർ ലില്ലി എന്ന് പറയുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ജങ്കൂക്ക് യൂസ് ചെയ്യുന്ന ഒരു ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ, അത് പേസ്റ്റ് അതിൽ തേക്കുന്നതിന്റെ മുന്നേ തേച്ചതിന് ശേഷമോ കഴുകാറുണ്ടോ അല്ല നനയ്ക്കാറുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ജങ്കൂക്ക് പറയുന്നത് ഞാനത് നനയ്ക്കാറില്ല എന്നാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഇന്നത്തെ ദിവസം ജങ്കൂക്ക് 3 ഇമോജീസിൽ റെപ്രസെന്റ് പറയുകയാണെങ്കിൽ ഏതൊക്കെയാവുക ഇമോജീസ് എന്നാണ്. അതിന് ജങ്കൂക്ക് 3 ഇമോജീസിൽ അത്
അതിനൊരു ആൻസർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ആർമി തന്റെ ബൈക്കിന് മോട്ടോർ സൈക്കിളിന് ലൈസൻസ് എടുക്കാൻ ജങ്കുക്ക് ഇൻസ്പയർഡ് ആയി, ഞാൻ എന്തായാലും പാസ്സാവും അതിനുള്ള അങ്ങനെ ഒരു ഇതിടുന്നുണ്ട്. അപ്പോൾ ജങ്കുക്ക് അതിന് ബി കെയർഫുൾ എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ആർമി ജങ്കുക്കിന്റെ ഫോൺ ബാറ്ററിന്റെ പെർസെന്റേജ് എത്ര ചോദിക്കുമ്പോൾ ജങ്കുക്ക് 31 എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ജങ്കുക്കിന്റെ ഏത് ബോഡി പാർട്ടാണ് ആദ്യം കുളിക്കുമ്പോൾ വാഷ് ചെയ്യണത് എന്നുള്ളത്. അതിന് ജങ്കുക്ക് തല എന്നുള്ളത്, ഹെഡ് എന്നുള്ള റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ ജങ്കുക്ക് സ്റ്റോറിയിലൂടെ ഞാൻ റെഡി ആവാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. പിന്നെ താൻ റണ്ണിങ്ങിലൊക്കെ പോണ ആ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് ഒരു സെൽഫി വീഡിയോ ഇട്ടിട്ട് അതിൽ ഒരു ക്യാപ്ഷൻ ഇടുന്നുണ്ട്, നിങ്ങൾ എന്നെ പിടിക്കുകയാണെങ്കിൽ സെൽഫി എടുക്കാന്നുള്ള ഒരു ക്യാപ്ഷൻ. അതായത് ജങ്കുക്ക് പോയി റണ്ണിങ്ങിന് പോകണില്ല, അപ്പൊ ഏതെങ്കിലും ഒരു ആർമി ക്യാച്ചപ്പ് ചെയ്യുകയാണെങ്കിൽ അവരായിട്ട് സെൽഫി എടുക്കാന്നുള്ള ഒരു വാഗ്ദാനം ആൾ നിൽക്കുന്നുണ്ട്. ഈ ഒരു വാഗ്ദാനം അനുസരിച്ചിട്ട് ഇത് കേട്ടിട്ട് ചെന്ന കുറച്ച് ആർമീസ് ആളായിട്ട് എടുത്ത ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ട്രെൻഡിങ് ആണ്. ഇനി ഒരു റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ജങ്കുക്ക് വീട്ടിലേക്ക് ചെന്നപ്പോൾ വീടിന്റെ അടുത്തായിട്ട് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിക്കാറുണ്ടല്ലോ കുറേ സാസംഗസിനെ, അതേപോലെ തന്നെ ഒബ്സസീവ് ഫാൻസിനെയൊക്കെ ആ വീടിന്റെ അടുത്തുനിന്നും അവിടുന്ന് ഇവിടുന്ന് ഗേറ്റിന്റെ ഉള്ളിൽ കയറിയിട്ടൊക്കെ അതേപോലെ വീടിന്റെ അടുത്തായിട്ട് കുറച്ചെണ്ണം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അപ്പൊ ഇതിനൊരു മറുപടി ആയിട്ടും കൂടി ജങ്കുക്ക് സ്റ്റോറി ആയിട്ട് ഇട്ടിരുന്നു കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ മീൻ ചെയ്തത് എന്റെ വീടിന്റെ മുന്നിൽ അല്ലെങ്കിൽ വീടിന്റെ അടുത്തായിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു കാര്യം എക്സ്പോസ് ചെയ്യുന്നുള്ള ആ ഒരു സംഭവം കൂടെ ഇട്ടിട്ട് ഈ ഒരു സ്റ്റോറി സംഭവം നിർത്തുകയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയായിരുന്നു ജങ്കുക്കിന്റെ ആ ഒരു സ്റ്റോറിയിൽ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ മലയാളം ട്രാൻസ്ലേഷൻ. ഇനി ഇതിൽ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കേട്ടാൽ തന്നെ വളരെ റിഡിക്കുലസ് ആണ് തോന്നെങ്കിലും ജങ്കുക്കും സെയിം ആ ഒരു എനർജിയിൽ റിഡിക്കുലസ് ആയിട്ട് തന്നെയാണ് ആർമീസിന് ഇതിന് ആൻസറും കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ജങ്കുക്ക് ലാസ്റ്റ് പറഞ്ഞ കാര്യത്തിൽ വലിയ അഭിപ്രായങ്ങളൊന്നും ഇല്ല. ഞാൻ ആള് അത് പരാതി കൊടുത്ത് ജയിലിലൊക്കെ പിടിച്ചിട്ടുമ്പോഴേ ഓരോന്നൊക്കെ പഠിക്കേണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ അതിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണമെന്നിട്ടുള്ള ഈ ഒരു ശ്രീയ എന്നുള്ള ആളെ കമന്റ് ഇന്നലെ കണ്ടു. പക്ഷെ ഇന്നലെ എനിക്ക് സിറ്റുവേഷൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ ഇട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഞാൻ ഇത് കുറച്ച് മുന്നേ റെക്കോർഡ് ചെയ്ത് വെച്ചൊരു സംഭവമാണ്. അപ്പൊ അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ ഇട്ടപ്പോൾ അതിലും ഇതേപോലെ തന്നെ മിന്നു സിമു 5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്ക്രൈബറെ ഒരു കമന്റും കൂടെ കണ്ടപ്പോൾ വിചാരിച്ചു എന്തായാലും ഇതിന്റെയും കൂടി എക്സ്പ്ലനേഷൻ ചെയ്യാന്ന് അങ്ങനെ ഇട്ടതാണ്. ഇപ്പോൾ ഇനി ഈ എക്സ്പ്ലനേഷനിൽ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടോ ചെറിയ അങ്ങോട്ട്, അതായത് ട്രാൻസ്ലേഷൻ ആണല്ലോ യൂസ് ചെയ്തത്, ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്ത് ചിലതൊന്നും പക്ക അല്ല. അങ്ങനെ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ഐ എം സോ സോറി. ഇനി എന്തായാലും നെക്സ്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.